കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം ഇന്ന് പ്രഭാതത്തിലും മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാ സഹോദരങ്ങൾക്കും യേശുക്രിസ്തുവിൻ്റെ അനുഗ്രഹീത നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കും. ഓരോ ദിവസവും കരം പിടിച്ച് നമ്മെ നടത്തുന്ന സർവശക്തന് ഇന്നും നന്ദി പറയാം. ഞാനോ യഹോവയെങ്കിലേക്ക് നോക്കും. എപ്പോഴും നമുക്ക് നോക്കാൻ ഒരു ഡൗട്ട്. ഓടിച്ചെന്ന് അഭയം പ്രാപിപ്പാൻ നമ്മുടെ കർത്താവിൽ യഹോവയുടെ നാമം ബലമുള്ള ഗോപുരം, നീതിമാൻ അതിലേക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കും. ദൈവത്തിൻ്റെ വചനം പറയുന്നു, ദാസന്മാരുടെ കണ്ണ് യജമാൻ്റെ കയ്യിലേക്കും ദാസിയുടെ കണ്ണ് യജമാനത്തിയുടെ കയ്യിലേക്കും എന്ന പോലെ ഞങ്ങളുടെ കണ്ണ് ഞങ്ങളുടെ ദൈവമായ യഹോവയെങ്കിലേക്ക് അവിടുന്ന് ഞങ്ങളോട് കൃപ ചെയ്യുവോളം നോക്കിക്കൊണ്ടിരിക്കും. പ്രിയ സഹോദരങ്ങളെ, കൃപ ചെയ്യുവോളം നോക്കിക്കൊണ്ടിരിക്കണം. ഒരു ദിവസം പ്രാർത്ഥിച്ചിട്ട് നിർത്തരുത്. ദൈവത്തിൻ്റെ വചനം പറയുന്നു, മടുത്തു പോകാതെ പ്രാർത്ഥിക്കുമ്പോൾ ഹന്നയെ നിൻ്റെ പ്രാർത്ഥനയ്ക്കൊരു ഉത്തരവുണ്ട്. സെക്കരിയാവേ നിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരവുണ്ട്. എലിയാവേ നീ ആമേൻ പറയുമ്പോൾ ദൈവത്തിലെത്തി ഇറങ്ങും. സ്തോത്രം. പ്രാർത്ഥനയ്ക്ക് ഉത്തരവുണ്ട്. സംശയിക്കാതെ, അവിശ്വസിക്കാതെ, ലഭിച്ചു എന്ന് വെച്ച് അകൃത്യങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാൻ തയ്യാറാകൂ. ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. പ്രാർത്ഥന കേൾക്കുന്നവനായുള്ളവേ, സകല ജനവും അങ്ങയുടെ അടുക്കലേക്ക് വരുന്നു. നമുക്ക് ഒരു വലിയ പ്രത്യാശയുള്ളത് പ്രാർത്ഥന കേൾക്കുന്ന ദൈവമുണ്ട്. മറ്റാരും നമ്മുടെ വിഷയം കേട്ടിട്ടും കാര്യമില്ല. പക്ഷേ കേൾക്കേണ്ടവൻ കേട്ടാൽ, അറിയേണ്ടവൻ അറിഞ്ഞാൽ, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം എന്ന് ചോദിക്കുന്ന ശബ്ദം മുഴങ്ങാൻ പാടില്ല. ഇസ്രായേൽ ജനം കരഞ്ഞിട്ടേ, നിലവിളിച്ചില്ലേ? മറ്റാരെങ്കിലും ഇറങ്ങി വന്നോ? കേട്ടവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റിയോ? അധികാരം ശക്തമല്ലായിരുന്നോ? അടിമച്ചങ്ങലകളെ പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കണ്ടു നിലവിളി കേട്ടു. സങ്കടം അറിഞ്ഞു എന്ന് പറഞ്ഞൊരുവൻ ഇറങ്ങി വന്നില്ലേ അവരെ പുറപ്പെടുവിക്കാൻ? എത്ര വർഷമായി ജനത്തെ തകർത്ത, മനോവീര്യത്തെ കെടുത്തി, ധൈര്യത്തെ ചാർത്തി, ബലം നഷ്ടപ്പെട്ട വേദനിച്ച തൻ്റെ ജനത്തെ ആർപ്പോടെ പുറപ്പെടുവിച്ചില്ലേ? സന്തോഷത്തോടെ പുറപ്പെടുവിച്ചില്ലേ? ഫറവോൻ്റെ ശക്തികൾ പിടിച്ചു നിർത്താൻ ആവുന്നത്ര നോക്കിയില്ലേ? ദൈവത്തിൻ്റെ വാഗ്ദത്തം വന്നാൽ, റൈറ്റ് ടൈം വന്നാൽ ആർക്കും അതിനെ പിടിച്ചു നിർത്താൻ കഴിയില്ല. യഹോവയുടെ കൈ നീട്ടിയിരിക്കുന്നു, അത് മടക്കുന്നതാര്? അവിടുന്ന് നിർണയിച്ചിരിക്കുന്നു, അതിനെ ദുർബലമാക്കുന്നതാര്? ഒരു വ്യക്തിക്കും, ഒരു അധികാരത്തിനും, ഒരു ശക്തിക്കും, ഒരു കൂട്ടുകെട്ടിനും, ഒരണിയറ പദ്ധതികൾക്കും ദൈവിക വാഗ്ദത്തങ്ങളെ പിടിച്ചു നിർത്താൻ കഴിയത്തില്ല. നോക്കൂ, ഇഷ്ടം പോലെ കാവൽക്കൂട്ടത്തെ പിലാത്തോസ് കൊടുത്തില്ലേ? കല്ലറ ഉറപ്പിക്കാൻ പറഞ്ഞില്ലേ? ബന്ദോസാക്കിയില്ലേ? മുദ്ര വെച്ചില്ലേ? കല്ല് വെച്ചില്ലേ? ആർക്കും ഇവിടെയൊക്കെ അക്ഷരാർത്ഥത്തിൽ പ്രവേശനമുണ്ടായിരുന്നോ? ഉയർപ്പിനെ തടയാൻ സകല സംവിധാനങ്ങളും ഒരുക്കിയില്ലേ? ശേഷം ജീവിച്ചിരുന്നപ്പോൾ പലതവണ പറഞ്ഞു, 3-ാം ദിവസം പുറത്തു വരും. അതവർ പറഞ്ഞ ആ ചതിയൻ ജീവനോടിരുന്നപ്പോൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതിനെ തടയണം. ഗവൺമെൻറ് എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയില്ലേ? ടൈറ്റ് സെക്യൂരിറ്റി അവിടെ നിർത്തിയില്ലേ? പക്ഷേ പുനരുത്ഥാനത്തിൻ്റെ പവറിനെ പിടിച്ചു നിർത്താൻ, വാഗ്ദത്തമൊന്ന് അഭിഷേകമൊന്ന് അവനെ ഒതുക്കാൻ കല്ലറയ്ക്ക് കഴിഞ്ഞില്ല. കാവൽ നിലകൾ ഭ്രമിച്ചുപോയി. പിന്നെന്തിനാ ഇവർ ഇത്രയും കാവൽ നിർത്തിയത്? വരുത്താതിരിക്കാനല്ലേ? ഏതൊക്കെ ശക്തികൾ സഹോദരങ്ങളെ നിങ്ങൾ പുറത്തു വരത്തില്ലെന്ന് പറഞ്ഞാലും ദൈവശക്തി ഇറങ്ങുമ്പോൾ
ആ സകല സംവിധാനങ്ങൾ പൊട്ടും, മുദ്ര പൊട്ടും, അധികാരത്തിൻ്റെ ശക്തികൾ നിഷ്പ്രഭമാകും. അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ദൈവത്തിൻ്റെ വാക്ക് ഇന്ന് പകൽ ചിലർക്ക് വേണ്ടി മുഴങ്ങുന്നു. വിശ്വസിക്കുന്നവർ ഏറ്റെടുക്കൂ. ദൈവ സാന്നിധ്യം ഇറങ്ങുന്ന പ്രഭാതമത്രേ. വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ സ്തോത്രം ചെയ്തോളൂ. ദൈവ സാന്നിധ്യം ഇറങ്ങുന്നു യേശുവിൻ്റെ നാമത്തിൽ. യോശുവയുടെ പുസ്തകം 3-ാം അധ്യായം 10-ാം വാക്യം വളരെ സുപരിതമാണ്. യോശുവ ഇപ്രകാരം പറഞ്ഞു: ജീവനുള്ള ദൈവം നിങ്ങളുടെ ഇടയിൽ ഉണ്ട്. അവൻ നിങ്ങളുടെ മുമ്പിൽ നിന്ന് കനാന്യർ, ഹിത്യർ, ഹിവ്യർ, പെരിസ്യർ, ഗിർഗേഷ്യർ, അമോര്യർ, എബൂസ്യർ എന്നിവരെ നീക്കിക്കളയും എന്ന് നിങ്ങൾ ഇതിനാൽ അറിയും. യോശുവ അധികാലത്ത് എഴുന്നേൽക്കുകയാണ്. എല്ലാ ഇസ്രായേൽ മക്കളോടും പറഞ്ഞു, യോർദാൻ നമുക്ക് കടക്കണം. അവരോട് പളയമടിച്ചു. 3 ദിവസം കഴിഞ്ഞപ്പോൾ പ്രമാണികൾ പാളയത്തിൽ കൂടി നടന്ന് ജനത്തോട് കൽപ്പിച്ച കൽപ്പന നമുക്കറിയാം. നിയമപ്പെട്ടത്തിന് പിന്നാലെ ചെല്ലണം. അതിനും നിങ്ങൾക്കും തമ്മിൽ 2000 മുഴം അകലം ഉണ്ടായിരിക്കണം. അതിനെ ബഹുമാനിക്കണം. പെട്ടകത്തിന് പ്രാധാന്യം കൊടുക്കണം. അത് മുമ്പ് പോകണം. അപ്പോൾ ഇതുവരെ പോകാത്ത വഴിയിലൂടെ നിങ്ങൾ നടക്കും. നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കണം. ഹോവ നാളെ നിങ്ങളുടെ ഇടയിൽ അതിശയം പ്രവർത്തിക്കും. എന്നിട്ട് പുരോഹിതന്മാരോട് പറഞ്ഞത്, നിങ്ങൾ നിയമപ്പെട്ടവെടുത്ത് ജനത്തിന് മുമ്പായി അക്കരെ കടപ്പേ. അങ്ങനെ അവർ നിയമപ്പെട്ടവെടുത്തു ജനത്തിന് മുമ്പായി നടക്കുകയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ അരുളപ്പാട് യോശുവയോട്, ഞാൻ മോശയോട് കൂടെ ഇരുന്നതുപോലെ നിന്നോട് കൂടെ ഇരിക്കും എന്ന് എല്ലാ ഇസ്രായേലും അറിയേണ്ടതിന് ഞാൻ ഇന്ന് അവർ കാണുക നിന്നെ വലിയവനാക്കാൻ തുടങ്ങിയ. നീ എങ്ങനെ നടക്കുമെന്ന് ചിന്തിച്ചില്ലേ? നിന്നെ കൊണ്ട് പറ്റുമെന്ന് ചിന്തിച്ചില്ലേ? ചോദ്യം ചെയ്യുന്നവർ, സംശയിക്കുന്നവർ, അവിശ്വസിക്കുന്നവർ, പെറുപെറുക്കുന്നവരൊക്കെ കൂട്ടത്തിലുണ്ട്. അവർ നിന്നെ പഴിചാരുമെന്നൊക്കെ നിൻ്റെ അകത്തൊരു വേദനയില്ലേ? പക്ഷേ മോശയോടുകൂടെ ഇരുന്ന ദൈവം ഞാൻ വാക്ക് മാറില്ല. ഞാൻ നിന്നെ കൈവിടില്ല. ഞാൻ നിന്നെ ഉപേക്ഷിക്കില്ല. ഞാൻ നിന്നെ തള്ളിക്കളയില്ല എന്ന് പറഞ്ഞ് ദൈവം യോശുവയെ ഉറപ്പിക്കുക. വീണ്ടും യോശുവ ശ്രമിക്കോടെ ഇവിടെ വന്ന് നിങ്ങളുടെ ദൈവമായ യഹോവയുടെ വചനം കേൾപ്പീൻ എന്ന് പറഞ്ഞു. ദൈവത്തിൻ്റെ വചനമാണ് താൻ വിളിച്ചു പറഞ്ഞ അടുത്ത ഭാഗം. യോശുവ പറയുകയാണ്, ജീവനുള്ള ദൈവം നിങ്ങളുടെ ഇടയിലുണ്ട്. കര കവിഞ്ഞൊഴുകുന്ന യോർദാൻ അപ്പുറം കാണിക്കത്തില്ലെന്ന് വെല്ലുവിളിക്കുന്നു. കൊയ്ത്ത് വരുമ്പോൾ അപഹരിക്കുന്നു, നഷ്ടങ്ങൾ ഉണ്ടാക്കുന്നു, ഒഴുക്കിക്കളയുന്നു. സീസണല്ലാത്ത സമയത്ത് കയറി വരുന്നു. വേനൽക്കാലത്താണ് ഇത് കയറി വരുന്നത്. പ്രതീക്ഷകൾ നഷ്ടപ്പെടുന്നു. പക്ഷേ ശത്രുശക്തികളുടെ പേരുകളോടെ പറഞ്ഞിട്ടുണ്ട്. അമോന്യ ശക്തികളുണ്ട്, ഗിർഗാശ്യരുണ്ട്, എബൂസ്യരുണ്ട്. എന്നാൽ അതിൻ്റെ നടുവിൽ, നിങ്ങളുടെ നടുവിൽ ഒരുവനുണ്ട്, ജീവനുള്ള ദൈവം. അവർ നോക്കി നിൽക്കുമ്പോൾ കഴിവില്ലാത്ത, ശക്തിയില്ലാത്ത, ബലം നഷ്ടപ്പെട്ട ഒരു ദൈവമല്ല നിങ്ങളുടെ ദൈവം. ജീവിപ്പിക്കുന്ന ദൈവമാണ്, എഴുന്നേൽപ്പിക്കുന്ന ദൈവമാണ്, അക്കരെ കടത്തുന്ന ദൈവമാണ്. ജീവനുള്ള ദൈവം നിങ്ങളുടെ ഇടയിലുണ്ട്. ഒന്നുകൂടി പറഞ്ഞു, നിങ്ങളുടെ ശരീരത്തിൽ ആ ദൈവത്തിൻ്റെ ശക്തിയുണ്ട്. നിങ്ങളുടെ കുടുംബത്തിനകത്ത് ജീവനുള്ള ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട്. നിങ്ങളുടെ തലമുറയുടെ അകത്ത് ശക്തിയുണ്ട്. നിങ്ങളുടെ ഓഫീസിനകത്ത് ഇന്ന് പകലത് വ്യാപരിക്കുന്നു. കരകവിഞ്ഞൊഴുകുന്ന നിങ്ങളുടെ വിഷയം, കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത വിഷയം, മനുഷ്യമാർക്കും പരിഹരിക്കാൻ പറ്റാത്ത വിഷയം, നിങ്ങളെ ഭീഷണിപ്പെടുത്തുന്ന ആ സബ്ജക്റ്റ്, ധൈര്യത്തെ ചോർത്തിക്കളയുന്ന വിഷയം നോക്കി തമ്പുരാൻ പറയുന്നു, ജീവനുള്ള ദൈവം നിങ്ങളുടെ മധ്യമുണ്ട്. ഈ ദൂത് ഇന്ന് പകലേറ്റെടുത്ത് മുൻപോട്ട് പോകണം. ആ ജാതീയ ശക്തികളെ അവിടെ നിന്ന് നീക്കിക്കളയും. നിങ്ങൾക്ക് നീക്കാൻ പറ്റാത്തത്, ഒരു ചലനം പോലും കാണാൻ പറ്റാത്തത്, തള്ളാൻ പറ്റാത്തത്,
സ്ട്രഗിൾ ചെയ്യുന്ന വിഷയം നീക്കിക്കളയാ ജീവനുള്ള ദൈവം, ജീവിപ്പിക്കുന്ന ദൈവം, മരിച്ചവരെ ജീവിപ്പിക്കുന്ന ദൈവം, ഇല്ലാത്തതിനെ ഉള്ളതുപോലെ ഉളവാക്കുന്ന ദൈവം നിങ്ങളുടെ ഇടയിലുണ്ട്. അതുകൊണ്ട് വചനം പറയുന്നു, യെസ്, എൻ്റെ ജനം ഒരു നാൾ ലജ്ജിച്ചു പോകുകയില്ല, ഞാൻ അവരുടെ നടുവിലുണ്ട്. ആവർത്തിച്ച് പറയാം, എൻ്റെ ജനം ഒരു നാൾ ലജ്ജിച്ചു പോകുകയില്ല. ആരാണ്? ജീവനുള്ള ദൈവം, രക്ഷിക്കുന്ന വീരൻ, സൗഖ്യമാക്കുന്നവൻ, യോജിപ്പിക്കുന്നവൻ, ആസ്തികളെ ജീവിപ്പിച്ച് വലിയൊരു സൈന്യമാക്കി മാറ്റിയവൻ, ഏറ്റവും ഉണങ്ങിയതിനെ ഏറ്റവും വലിയ സൈന്യമാക്കി മാറ്റിയവൻ നമ്മുടെ ഇടയിലുണ്ട്. ഉറപ്പാക്കിയോ? നിങ്ങളുടെ ശരീരത്തിൻ്റെ വിഷയം നീ ഓർത്ത് ഭാരപ്പെടേണ്ട. ഇപ്പോൾ അനുഭവിക്കുന്ന ഫേസ് ചെയ്ത ചില കുരുക്കുകളെ കണ്ട് ടെൻഷനാവണ്ട. തകർച്ചയുടെ നടുവിൽ നിങ്ങൾ ഒറ്റപ്പെടത്തില്ല. ജീവനുള്ള ഒരു വരി നീക്കേണ്ടതിനെ തമ്പുരാൻ നീക്കുക. ആ കല്ല് ഏറ്റവും വലുതായിരുന്നു, ആറുരുട്ടിക്കളയും. പക്ഷേ ജീവനുള്ള ഒരുവൻ, പുനരുത്ഥാനത്തിൻ്റെ പവർ ഇന്ന് പകൽ വ്യാപരിക്കുക. കല്ലുരുണ്ട് മാറുകയാണ്. മറ്റാർക്കും ഉരുട്ടി മാറ്റാൻ പറ്റാത്തത് യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ അത് ഉരുണ്ട് മാറുകയാണ്. സഹോദര, സഹോദരി, കുഞ്ഞെ, നീ പുറത്തു പോവാ. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ ഈ വചനത്തിൻ്റെ ശക്തി വ്യാപരിക്കുക. ഒതുങ്ങിപ്പോവേണ്ടവനല്ല, ഒടുക്കപ്പെടേണ്ടവനല്ല, ഒതുക്കപ്പെടേണ്ടവനല്ല. യേശുവിൻ്റെ നാമത്തിൽ ദൈവസാന്നിധ്യം ഇറങ്ങുകയാണ്. ജീവനുള്ള ഒരുവൻ നിൻ്റെ കൂടെയുണ്ട്. ജീവനുള്ളവർ ചിലതിനെ നീക്കാൻ പോകുക. തടസ്സമായി നിൽക്കുന്ന ചില ശക്തികളെ തമ്പുരാൻ നീക്കുകയാണ്. ആ നയ്യാമിലെ ശക്തികളെ തമ്പുരാൻ നീക്കുകയാണ്. നാളുകളായി നിന്നെ പീഡിപ്പിക്കുന്ന നിയമത്തിൻ്റെ ശക്തികളെ തമ്പുരാൻ നീക്കുകയാണ്. യേശുവിൻ്റെ നാമത്തെ അസ്വസ്ഥമാക്കുന്ന ആ രോഗബാധകളെ തമ്പുരാൻ നീക്കിക്കളയുന്നു. യേശുവിൻ്റെ നാമത്തിൽ നിൻ്റെ കുടുംബജീവിതത്തെ അസ്വസ്ഥമാക്കി വെല്ലുവിളിക്കുന്ന ചില കോപത്തിൻ്റെ ശക്തികളെ തമ്പുരാൻ നീക്കിക്കളയുന്നു. യോജിക്കാൻ കഴിയാത്ത ചില വിഷയങ്ങളെ തമ്പുരാൻ ഇന്ന് പോലെ നീക്കിക്കളയുന്നു. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ ചില അണിയറ പദ്ധതികളെ തമ്പുരാൻ ഇന്ന് പോലെ പൊളിക്കുക. ദ നെയിം ഓഫ് ജീസസ്. ഇനം സ്വതന്ത്രമാകട്ടെ, അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. പിതാവ്, ഇന്ന് പകൽ ഈ വചനത്തിൻ്റെ ശക്തി അതിവേഗം ഓടുന്നു. മോശയുടെ കൂടെ ഇരുന്ന ദൈവം, യോശുവയുടെ കൂടെ ഇരുന്ന ദൈവം ഞങ്ങളുടെ ദൈവമാണ്. ഞങ്ങളോട് കൂടെ അങ്ങുണ്ട്. ജീവനുള്ള ദൈവം ഞങ്ങളുടെ മധ്യമുണ്ട്. രക്ഷിക്കുന്നവൻ, സൗഖ്യമാക്കുന്നവൻ, സഹായിക്കുന്നവൻ, സാന്ത്വനിപ്പിക്കുന്നവൻ ഇന്ന് പകൽ ഞങ്ങളുടെ മധ്യ ഇറങ്ങി വന്നിരിക്കാൻ, ബലം കൽപ്പിച്ചിരിക്കാൻ സ്തോത്രം. എൻ്റെ മഹത്വം ഇറക്കിയിരിക്കാൻ സ്തോത്രം. സകല ബഹുമാനവും പുകഴ്ചകളും അവിടുത്തെ പാദപീഠത്തിൽ മാത്രം അർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ കൃപയുണ്ടായി പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. ക്രിസ്തുവിൽ വാത്സല്യ സഹോദരങ്ങളെ, ജീവനുള്ള ദൈവം നമ്മുടെ ഇടയിലുണ്ട്. നീക്കേണ്ടതിനെ നീക്കിക്കളയാൻ, അക്കരെ എത്തിക്കാൻ അവിടെ നമ്മോട് കൂടെയുണ്ട്. ഈ വചനങ്ങളാൽ കർത്താവ് സഹായിക്കട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പ്രസ്പിച്ചത്.